അങ്ങനെ നമ്മുടെ വീക്ക്ലി പോഡ്കാസ്റ്റിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മുടെ ഗസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം. ഇതേ വരുന്നുണ്ട്, ഗസ്റ്റിനെ വരും. ഹായ് ഗൈസ്. ഗസ്റ്റ് പ്ലീസ്. ഓ ആയിക്കോട്ടെ, താങ്ക് യു. അങ്ങനെ ഇന്ന് നമ്മുടെ ഗസ്റ്റ് കൃഷ്ണ ഇവിടെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ 80 വർഷമാണ് തോന്നുന്നു, 1.5 വർഷം മുമ്പ് വന്ന കൃഷ്ണ നമ്മുടെ BGTക്ക് ശേഷം വന്നത് അവസാനം. അതെ, നമ്മുടെ അതേപോലെ IPL ശേഷം എന്ത്, അന്ന് BGTക്ക് ശേഷം എന്തായിരുന്നു, IPL ശേഷം എന്ത്, അന്നും ഇന്നും ഒരുപാട് കണ്ടന്റ് ഇല്ലേ. അങ്ങനെ കൃഷ്ണ വേണ്ടി എത്തിക്കുകയാണ്. ഒരു സത്യമുണ്ട്, അന്നത്തേക്കാൾ ചാനൽ ഇരട്ടി വളർന്നു. അപ്പോൾ നമുക്ക് ഇന്ന് IPL കഴിഞ്ഞു. IPL ഗുജറാത്ത് തോറ്റിരിക്കുകയാണ്. ഏറ്റവും സന്തോഷം ഇവനാണ്. ഗുജറാത്ത് നമ്മളെ പഴയ വീഡിയോ കണ്ട ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പൊ കാണണം കേട്ടോ, കണ്ടാ വൈ എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അടുത്ത പ്രശ്നം അല്ലെ അവൻ പറഞ്ഞിട്ടില്ല, തോറ്റ RCBക്ക് അതിനുള്ള ഒരു സന്തോഷം ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അങ്ങനെ ബാംഗ്ലൂർ ജയിച്ചിരിക്കുകയാണ്, 2ാം തരം കപ്പ് എടുത്തിരിക്കുന്നു. പിന്നെ ഫുട്ബോളിൽ നോക്കുകയാണെങ്കിൽ ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് തോറ്റിരിക്കുകയാണ്. അത് വിഷമം നമ്മൾ രണ്ടുപേർക്കും നമ്മുടെ രാഷ്ട്രീയ ഫാൻസ്. പക്ഷെ ഒരേ സന്തോഷം പ്രീമിയർ ലീഗ് അടിച്ചെന്നുള്ളതാണ്. അതെ, കുറെ 22 കൊല്ലം എന്ത് ചെയ്യാം, നമ്മൾ അടിച്ചില്ല. അതെ. അപ്പോൾ ബാക്കി പോയി. അതിനുശേഷം ഇപ്പം നമുക്ക് അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റ് അടപ്പുണ്ട്. ഏകദേശം 88 റണ്ണിൻ്റെ മുന്നിൽ നമ്മുടെ കളിപ്പോൾ തീർന്നിരിക്കുന്നു. ഇപ്പം നമ്മൾ സ്കോഡിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒന്നും പറയില്ല, എനിക്ക് പറയണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലേ. സ്കോഡിൽ 6 പേരാണ് GT ഉള്ളത്. 6 ലൈൻ ഒരാൾ പറഞ്ഞത് 7 പേരുണ്ട്, അതിൽ 6 പേര്. പക്ഷെ എല്ലാവരും കളിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ആയതുകൊണ്ടൊന്നും പറയുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി എന്താണ് കാലാതീതമായ സമ്പ്രദായമാണ് കമ്മ്യൂണിസ്റ്റ് സംസാരിക്കണ്ട, ഈ കാര്യമായിട്ട് പറഞ്ഞിട്ട് നമ്മള് 102. ഇപ്പോഴത്തെ സ്കോർ 102. എല്ലാം GT-കാരാണ് വിക്കറ്റ് എടുത്തത്. ഫൈനലിനെ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ബാക്കി ടീമിനെ പറയും. IPL പറ്റി കൃഷ്ണ. അതെ, IPL കാണാറില്ല. എന്നിട്ട് IPL പറ്റി എന്താണ് പറയുന്നത്? IPL-ന്റെ അവസാനത്തെ കളി ഞാൻ ക്വാളിഫയറും എലിമിനേറ്ററും ഒക്കെ കണ്ടു. GT-യുടെ ആദ്യത്തെ മാച്ചും ക്വാളിഫയർ 1, അതായത് ക്വാളിഫയർ 1, പിന്നെ എലിമിനേറ്റർ അല്ല ഫൈനലും ഒഴികെ ബാക്കി 2 മാച്ചും അവരുടെ നല്ല രസമായിരുന്നു കാണാൻ. അത് ഫൈനലിലും ക്വാളിഫയറിനും ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു രസം ഉണ്ടായിരുന്നു, കുറച്ചും കൂടി ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് നടന്നില്ല. പക്ഷെ അവര് മറ്റേ 2 ടീം ഏതായിരുന്നു, ഒരാള് ഞാൻ കമന്ററിയിലാണ് കേട്ടത്. രാജസ്ഥാനും മറ്റേത് രാജസ്ഥാനെ തോൽപ്പിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇവര് തോൽക്കാനാണ് തീരുമാനമെങ്കിൽ അവര് രാജസ്ഥാനെ വെച്ച് തോൽത്തിട്ട് അവര് കടത്തി വിട്ടിട്ട് എന്താ പയ്യന്റെ കളി കാണാനെങ്കിലും ഒരു ഭാഗ്യം കിട്ടുമായിരുന്നു. അത് നടന്നില്ല. അവര് തോക്കുകയും ചെയ്തു. നിനക്കൊന്നും പറയാനില്ല എന്ന് പറയരുത്. ഇതിനെ കുറിച്ച് എന്താടാ പറയാനുള്ളത്? വൈഭവ് സൂര്യവംശിനെ കുറിച്ച് ഇടയ്ക്ക് ഞാൻ കണ്ടതാണ്, ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. IPL ലോട്ടറി അടിച്ചത് വൈഭവ് സൂര്യവംശിക്കാണെന്ന്. കാരണം പുള്ളിക്കാരൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് അങ്ങനെ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഏറ്റവും ലോട്ടറി അടിച്ചത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ ഫൈനലിൽ എലിമിനേറ്റർ എത്തിക്കാൻ കാണുന്ന 2 പേരാണ്. ഒന്ന് വൈഭവും ഒന്ന് ആർച്ചറും. ഈ 2 പേരുടെ കണ്ടാണ് എത്തിയത്. പിന്നെ ലോട്ടറി അല്ലേ പറയാൻ തോന്നി മനസ്സിനെനിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരൻ കരഞ്ഞോണ്ടാ പോയത് എലിമിനേറ്ററിൽ. നമ്മളെക്കാളും കരഞ്ഞ് നിലവിളിച്ചതന്നെ. അത് സ്കൂളിൽ ചെല്ലുമ്പോ കപ്പ് പോയിട്ട് ചെല്ലാന്ന് പറഞ്ഞ പയ്യനെ ഇനിയിപ്പോ സ്കൂളിൽ പോകണ്ട, ഇംഗ്ലണ്ടിൽ പോകാൻ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിഷമിച്ചൊരു കാര്യമുണ്ട്, ടെൻഷൻ അടിച്ചൊരു കാര്യമുണ്ട്. പുള്ളിക്കാരനാണ് ടാറ്റ സൂപ്പർ സ്ട്രൈക്കർ. ആ കാറ് പുള്ളിക്കാരെങ്ങനെ, അതാണ് റിമോട്ട് കൺട്രോൾ ആയിരുന്നു. പുള്ളിക്കാരൊരു കൈ നോക്കായിരുന്നു. ഇതിപ്പോ കാറ് മറിച്ചു കൊടുക്കേണ്ട അവസ്ഥയായില്ലേ. എന്തായാലും 3 വർഷം കഴിയുമ്പോൾ ഓട്ടിക്കും നോക്കുന്ന. ഇപ്പോൾ വൈഭവ് സൂര്യവംശി പുറത്തതിനെ പറ്റി അതായത് ഗില്ല് ഫൈനലിൽ തോറ്റു. RCB അല്ല, GT ഫൈനലിൽ തോറ്റു. RCB ജയിച്ചതല്ലോ, GT തോറ്റതാണ് മെയിൻ വിഷയം. അന്ന് ഭയങ്കര പ്രഷറില്ലേ GT, അതാണ് മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെ അതിന് പ്രഷറിലാകാൻ ഏറ്റവും കാരണം നമ്മുടെ സായി സുദർശൻ തന്നെയായിരുന്നു.
കഴിഞ്ഞ 2 കളിലും വിക്കറ്റ്. വിക്കറ്റ്. ബാറ്റ് സ്റ്റെമ്പിക്കൊള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് ബോൾ ബാറ്റിൽ കൊണ്ടില്ല. ആ ഒരു പ്രഷറിലായി ആള്. പിന്നെ അല്ല, പക്ഷേ കുറേ പേര് പറയുന്നത് വിക്കറ്റ് അല്ല, കാരണം ഷോട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഷോട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഓളോ ത്രോയിലാണ് തെറിച്ച് പോയത്. അതെ അടുത്തത്. അതെ. പക്ഷെ അതിനെപ്പറ്റി ഡിബേറ്റ് വരുന്നുണ്ട്. നോക്കാം. ഡിബേറ്റ് ഉണ്ടോ? ആരൊക്കെ പറയുന്നത് ആണോ? അങ്ങനെയൊക്കെ ഇത് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ IPL വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഫാൻസിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാറുണ്ട്. ഫാൻസ് ഒരുപാട് പൊതു സാധനങ്ങൾക്ക് ഒരുപാട് അടിച്ചു തകർക്കായിരുന്നു. പാർക്ക് ചെയ്യുന്ന വണ്ടികൾ ഫാൻസ് വഴി കടന്ന കാർ അടിച്ച് പൊട്ടിച്ച് റോഡിൽ അവർക്ക് ഇപ്രാവശ്യം അവരുടെ സ്റ്റേഡിയത്ത് ഒന്നും കൂടാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് അവരുടെ മറ്റേ GT-കാരുടെ പറഞ്ഞ കാര്യം അത് എന്തുകൊണ്ടെന്ന് നമ്മളൊരു എപ്പിസോഡ് പറയുന്നതായിരിക്കും. എന്തുകൊണ്ട് ഫൈനൽ അവിടെ വെച്ചില്ല അത് നമ്മൾ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണത്. ഇച്ചിരി പാടുണ്ട്, അത് താമസിക്കാതെ വരുമോ. പിന്നെ GT-യുടെ വണ്ടി അറിഞ്ഞിരുന്നു. തിരിച്ച് വരുന്ന ബസ് കത്തിയായിരുന്നു. പക്ഷെ അത് കുഴപ്പമൊന്നും കത്തിയതാ. എന്ത് ഇലക്ട്രോണിക് സർക്യൂട്ട് എന്തോ പ്രശ്നം വന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് എന്തോ കത്തി. ആർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ, സേഫാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 സ്കോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനും അല്ല, ടീമിലും ഇല്ല. അപ്പൊ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പൊ PCC ഇതൊരു ഇതായിട്ട് കൊണ്ടു നടക്കുകയാണെന്ന് തോന്നുന്നു. രോഹിത് കപ്പടിക്കുന്നു, ക്യാപ്റ്റനാകുന്നു, മാറ്റുന്നു. അടുത്ത സൂര്യ കപ്പടിക്കുന്നു, ക്യാപ്റ്റനാകുന്നു, മാറ്റുന്നു. പുതിയ പ്ലേയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫോമിലുള്ള പല പ്ലേയേഴ്സും ഉണ്ട്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ മാറ്റേണ്ട കാര്യം ഫോമിലല്ല എന്ന് പറഞ്ഞ ഒരു അത് കഴിഞ്ഞ് വൈസ് ക്യാപ്റ്റൻ പിന്നെ സഞ്ജു പിന്നെ റാണ ഏഷ്യൻ ഗെയിംസ് തിരിച്ചു വന്നിട്ടുണ്ട്. റാണ ഫിറ്റ്നസ് മാറിയെന്ന് തോന്നുന്നു. ഓക്കെ, കാരണം ഇംഗ്ലണ്ടിലും ഉണ്ട്. അപ്പൊ അങ്ങനെ GGക്ക് ഇപ്പോൾ വന്നിപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റ് സ്കോഡ് കണ്ട് നമുക്ക് മനസ്സിലാവും GGക്ക് ഒരു യാതൊരു ബന്ധമില്ലാത്ത ടെസ്റ്റ് സ്കോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അഗാർക്കറും നമ്മൾ ഈ ക്ലിപ്പ് എടുത്ത് ഇപ്പോൾ അവിടെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോൾ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിലാണ്. വൈഭവ് സൂര്യവംശി ഉണ്ട്. പക്ഷെ അതിൽ ആര് ഓപ്പൺ ചെയ്യും, ആര് കൊണ്ടോന്ന് അറിഞ്ഞു അതിപ്രസന്നത ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ എനിക്കിപ്പോൾ ടെസ്റ്റിൽ നോക്കുമ്പോൾ ഇത്രയും ദാരിദ്ര്യമാണ് നമ്മുടെ ബോളിംഗ് ഇപ്പോഴും തോന്നാറുണ്ട്. പ്രസിദ്ധ് കൃഷ്ണ ബോളിംഗ് ഒക്കെ വരുന്നത്. കാരണം നമ്മുടെ ഡൽഹിയിലുണ്ടായിരുന്ന ഡൽഹിയിലെ മറ്റേ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന ബോളർ പുള്ളിക്കാരൻ വന്നിട്ട് പെർഫോം ചെയ്തില്ല. നമ്മൾ ഫോട്ടോ വെച്ച് പേരും പറയാൻ പറ്റും. അപ്പോൾ പുള്ളിക്കാരനില്ല. പുള്ളിക്കാരൻ നല്ല ഏറ്റവും ലീഡിങ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു. പുള്ളിക്കാരൻ എടുത്തില്ല. അപ്പോൾ IPL പെർഫോമൻസ് കണ്ടിട്ടാണ് GT11 ആണ്. അല്ല, GT11 അല്ല, ഇന്ത്യ 11 എന്ന് പറയുമ്പോൾ ഒരു മിനി GT11 ആണ്. GT എല്ലാരെയും എടുക്കാൻ പറ്റില്ല, കാരണം അതിൽ കുറെ ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ട്. ബട്ട്ലറിനെയൊക്കെ PR എടുത്ത് ഇന്ത്യയിലാക്കിയിട്ട് ഇന്ത്യ ടെസ്റ്റ് കളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വേണ്ട ശരിയത്തില്ല. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പോ ടെസ്റ്റിലിപ്പോ അഫ്ഗാനിസ്ഥാൻ എന്താ ഇന്ത്യ ജയിക്കും? നമുക്കതില്ല, മെയിൻ കളികൾ വരുമ്പോൾ ഇന്ത്യ അത് ജയിച്ചാൽ മതി. ഇപ്പം ഇതിന് മുമ്പുള്ള സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ ചെറുതായിട്ട് വൈറ്റ് വാഷ് ആയതുകൊണ്ട് നമ്മള്. പക്ഷെ ഇംഗ്ലണ്ടിലൂടെ നമ്മൾ 2-2. അത് നല്ലതാ. അത് താങ്ക്സ് ടു സിറാജിക്ക. ബുംറ ഇല്ല. അഫ്ഗാനിസ്ഥാൻ ഏഷ്യൻ ഗെയിംസ് മാത്രമേ 2027 വേൾഡ് കപ്പിന് വേണ്ടി റെസ്റ്റ് എടുക്കണേ. 27 വേൾഡ് കപ്പിൽ ആരൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇപ്പൊ അടുത്ത കണ്ടീഷൻ വെച്ചാൽ രജത് പട്ടിദാർ ടീമിലില്ല. അതിനെപ്പറ്റി ഒന്നും പറയാനുണ്ട്. പുള്ളിക്കാരൻ ഏകദേശം പട്ടിദാറിനെ എടുത്താൽ പോലും അയാൾക്ക് സ്ഥലമില്ലല്ലോ, സ്ഥലമില്ല. അതാണ് മെയിൻ. അല്ലാതെ ടീമിന് ബൗളർമാർക്ക് കാണിച്ചാൽ പിന്നെ സ്ഥലം ഉണ്ടെന്ന് വേണമെങ്കിൽ കൂട്ടാം. പക്ഷെ ബാറ്റിംഗ് ആൾക്കാർക്ക് ആർക്കും, ടോപ്പ് ഓർഡറിന് ആർക്കും, മിഡിൽ ഓർഡറിന് പോലും സ്ഥലമില്ല. എടുക്കണേലോ ആരെയും മാറ്റാൻ എനിക്ക് പറ്റുന്നു. കാരണം ഒന്നെങ്കിൽ എല്ലാവരും ഫോമിലുള്ള ആൾക്കാരാണ്. പിന്നെ പുതിയ അവസരങ്ങൾ കിട്ടി തുടങ്ങി കളിച്ചു വന്ന ആൾക്കാരാണ്. പെട്ടെന്ന് അങ്ങനെ ഇത് മാറ്റേണ്ട കാര്യമില്ല.
ചോദ്യം വന്നത് ക്യാപ്റ്റൻ സൂര്യ, അത് മാറ്റി ശ്രേയസിനെ കൊണ്ടുവന്നു. പക്ഷെ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ക്യാപ്റ്റൻസി. അതെ, ക്യാപ്റ്റൻസി ലേറ്റ് ആയി എത്താൻ വേണ്ടി കഴിഞ്ഞ വർഷം തൊട്ട് നോക്കിയിട്ട് അങ്ങനെയുള്ള ഒരു ഇതിൽ. ബാക്കിയും വേറെ കുറെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട്, അവർക്കും കൊടുക്കാൻ T20. പക്ഷെ ഇപ്പോൾ ഉള്ള ആ സ്ക്വാഡ് സ്റ്റേബിൾ ആണ്. അതൊന്ന് വെച്ച് കളിച്ച് സെറ്റ് ചെയ്തിട്ട് നോക്കാം. ടക്കറിന് ഇപ്പോൾ ടെസ്റ്റ് മാറ്റി ഒരു 7-8 പേര് മാറ്റല്ലേ, ഓരോരോ ആൾക്കാരോ 2 പേരോ വെച്ച് ഒന്നെങ്കിൽ ഒരു ബോളർ അല്ലെങ്കിൽ ബാറ്റർ വെച്ച് മാറി സെറ്റ് ചെയ്യുക. പക്ഷെ അത് 27 വേൾഡ് കപ്പ് കഴിഞ്ഞ് അതിനുശേഷം മാത്രമേ അവർ കൂടുതൽ ഒടിയിലൊന്നും ചെയ്യാം. ഇപ്പൊ ഞാൻ അടുത്ത് വരുന്നത് ഗില്ലിനെ ടെസ്റ്റ് ടീം എടുത്തിട്ടില്ല. 20 ടീം എടുത്തിട്ടില്ല. അതിനെ പറ്റി അശ്വിൻ എന്താണ് പറയുന്നത്? ഗില്ലിനെ ടീം എടുക്കത്തില്ല. ഈ ഇടയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു, അഗാക്കറും ഗംഭീറും. ഗംഭീർ കൂടുതലും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തു, ശ്രേയസിനെ വന്നു. ഗില്ലിനെ മെയിൻലി സപ്പോർട്ട് ചെയ്ത് അഗാക്കറായിരുന്നു. പക്ഷെ ഗില്ല് സ്ക്വാഡിലേ ഇല്ല. അതാണ് പിന്നെ ഇല്ലത്. കാരണം എവിടെ എന്തോ ഒരു തിരിമറി നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഗില്ലിനെ സ്ക്വാഡിൽ കയറ്റണമെന്ന് ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് വേണം, പറയുന്നുണ്ട്. അതിന് മെയിൻ വല്ല കേസ് വല്ലതും വരാൻ ഞങ്ങളുടെ പേര് എനിക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് വന്നൊരു അതിഥി മാത്രമാണ്. ഞാൻ ഇന്നത്തെ ഒരു അതിഥി മാത്രമാണ്, കൂട്ടുപ്രതി അല്ല. പഴയ എപ്പിസോഡ് കണ്ടിട്ടില്ല, അത് കാണാതെ ധൈര്യമായിട്ട് ഇന്ന് വന്നത്. പറഞ്ഞ പോലെ ഞാനൊരു അതിഥിയാണ്. അത് പറഞ്ഞ ഇതാണ് ഏറ്റവും വലിയ തെളിവ്. ചാനലിനെ ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു ഇവിടെ വെള്ളത്തിൽ പോറക്കല്ലേ. ഇന്ന് എത്രയുടെ ഡേറ്റ്? 7 ജൂൺ 7-ാം തീയതി നമ്മൾ ഇവിടെ ആയിരുന്നു, അമ്പലത്തി. അങ്ങനെ ചോദിച്ചാൽ ഗില്ല് ഇവിടെ കുറെ പേര് ഡിസർവിംഗ് ആണ്. കാരണം ഗില്ലിന്റെ റൺസ് ആയാലും ഫോം ആയാലും ക്യാപ്റ്റൻസ് നോക്കിയാലും ഡീസന്റ് പെർഫോമൻസ് തന്നെ. ഡീസന്റ് അല്ല, നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ ആരെ മാറ്റും? ഇപ്പം സഞ്ജുവിന്റെ കളി, സഞ്ജു വേൾഡ് കപ്പിൽ കളിച്ച കളി എന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് 2016 കോഹ്ലിയേക്കാൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയത് ഈ വർഷത്തെ സഞ്ജുവിന്റെ പെർഫോമൻസ് ആണ്. അത് മോശമൊന്നല്ല, എനിക്ക് ഇതുവരെ ഫേവറേറ്റ് 2016 കോഹ്ലിയായിരുന്നു. ഇപ്പൊ അതൊക്കെ മേളില് സഞ്ജുവിന്റെ ആ ഒരു ഇതാണ്. 199 സ്ട്രൈക്ക് റേറ്റിലാണ്. അതാണ് ഫാൻസ്. അതിന് ഞാൻ ലൈവ് വരാം, മാപ്പാക്കണം ഗൈസ്, ഇതങ്ങനെയല്ല. എനിക്ക് ഇൻസ്റ്റ ഇല്ലല്ലോ, ഇൻസ്റ്റ ലൈവ് പോകാം കേട്ടോ. ഇത് ചീത്ത നമ്മള് 3 പേര് അല്ല, നമ്മള് പണ്ട് ജയിച്ച ഇതേപോലെ അതിനു വേണ്ടിട്ടുണ്ടാക്കാം. അല്ലെ, നമ്മളിപ്പോ പറഞ്ഞൊരു കാര്യം കൂടെ, പണ്ട് ഇതേപോലെ ജയിച്ച ട്രോളിനല്ല ഒരു കാര്യം തമാശക്ക് നമ്മൾ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതുവരെ 50-100 കയറിയിരുന്ന നമ്മളെ ചാനൽ കെ അല്ല വ്യൂസ് കയറുന്ന ചാനൽ, ടക്കറിന് 600-500 കയറി. അതും കെ അല്ല 500-600. അതേപോലെ ഇതും കയറട്ടെ. അതിന്റെ പ്രതിഫലമായിട്ടുള്ള കമന്റ് ഒന്നും വന്നില്ല. കമന്റ്സ് വരുന്നുണ്ട്. നമ്മൾ കമന്റ് കൂടുതൽ നമ്മൾ അങ്ങനെ പ്രോത്സാഹനമല്ല, നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അന്നൊരിക്കും ഒരാള് മാമ നമുക്ക് ഇട്ടിരുന്നു 40-45 കയറിയുന്നു, 140 കയറിയുന്നു. നമ്മളെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ആ പുള്ളിക്കാരൻ എന്താ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇല്ലാത്തത്. പിന്നെ കഴിഞ്ഞ ഡേഞ്ചർ നമ്മളൊരു ഫ്രണ്ട് അതെന്ത് വേൾഡ് കപ്പിന്റെ എന്തോ കാര്യം വേൾഡ് കപ്പിന്റെ ഇട്ടിരുന്നു. ഇതിന്റെ ബർത്ത്ഡേക്കുള്ളതിൽ നമുക്ക് മനസ്സിലായില്ല. അത് നമുക്ക് മനസ്സിലായി. അതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണത് മനസ്സിലായി. അതെ, മനസ്സിലായി. നമുക്ക് വിഷയത്തിലോട്ട് തിരിച്ചു നേരത്തെ പറഞ്ഞ അപ്പൊ അങ്ങനെ കളിക്കുന്ന സഞ്ജു നമ്മൾ പറഞ്ഞ ആര് എക്സ്ക്ലൂഡ് ചെയ്യുന്നു. പിന്നെ ഇഷാൻ കിഷൻ പോയതിന്റെ ഇരട്ടി വാശിക്കാണ് ആളിപ്പോ കളിക്കണത്. അഭിഷേക് ശർമ്മ കളിച്ച ഭയങ്കര കളി ഒന്നും പറയില്ല. പിന്നെ അപ്പൊ ഓപ്പണറിന് 4 പേരായി, 2 പിച്ച് കളിക്കണം ക്രിക്കറ്റ്, 4 ഓപ്പണറായി. പിന്നെ അപ്പൊ 1 ഡൗൺ ആരോണം എന്നുള്ളൊരു ഇതായി. 2 ഡൗൺ മിക്കവാറും സ്പേസ് ആയിരിക്കും. തിലകൊണ്ട് ഹർദിക് പാണ്ഡ്യ ആയില്ലേ, ഫിറ്റ്നസ് ഏകദേശം ആയി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയാൻ പാടില്ല എന്താണുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരാളെ കൂടി എനിക്ക് ഇങ്ങോട്ട് നല്ല ആഗ്രഹമുണ്ട്. ബോളറാണ് സാക്കി നമ്മുടെ സൺറൈസർ.
വിക്കറ്റ് എടുത്ത പുതിയ ആള്. പുള്ളി എന്തൊരു ഡെബ്യൂ. അതിൽ കളിച്ച ഒരുപാട് പേര് പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ഇതിന്റെ നമ്മുടെ ലിയാം ലിവിങ്സ്റ്റൺ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ ഭയങ്കര ഇതാണ്. കാരണം പുള്ളിക്കാരൻ ടെന്നീസ് ബോൾ കളിച്ചിട്ടാണ് ആദ്യമായിട്ടാണ് കളിക്കുന്നത്. കളിച്ച ഫസ്റ്റ് ഇയർ തന്നെ വിക്കറ്റ് എടുക്കാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതിൽ ഇന്ത്യൻ ടീമിൽ ഒരു 4 ടീം. പക്ഷെ എനിക്ക് ഇപ്പോഴും എതിർപ്പുണ്ട് ഏഷ്യൻ ടീമിൽ പുതിയ എൻ്റർലി പുതിയ ടീം വേണമെന്ന് എനിക്ക് ഇതുണ്ടായിരുന്നു ഏഷ്യൻ ഗെയിംസിൽ. ഒരുപാട് പേർക്ക് അവസരം കിട്ടാൻ ഒരുപാട് പേരുണ്ട്. ഏഷ്യൻ ഗെയിംസ് എപ്പോഴാണ്? അപ്പൊ ആ സമയത്ത് ഒരു പുതിയ സ്കോഡ് ഒക്കെയായിരുന്നു. അപ്പൊ ഋതുരാജായിരുന്നു കാലത്ത്. അപ്പൊ അങ്ങനെ എൻ്റർലി പുതിയ ടീമായിരുന്നു. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഏഷ്യൻ ഗെയിംസിലായിരിക്കും വൈഭവ് ഡെബ്യൂ ചെയ്യുന്നത്. പക്ഷെ ഇംഗ്ലണ്ടിൽ തന്നെ വന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതൊക്കെ ഇവർക്ക് അവസരം കൊടുക്കാൻ മതി. ഏഷ്യൻ ഗെയിംസിൽ ഏഷ്യ കപ്പലില്ലല്ലോ. ഏഷ്യൻ ഗെയിംസിൽ ഏഷ്യ കപ്പലില്ലല്ലോ. ഏഷ്യൻ ഗെയിംസ് കട്ട് ചെയ്യണം. ഏഷ്യ കപ്പിന് അടുത്ത വർഷം അല്ല 25 കഴിഞ്ഞു. 27 വേൾഡ് കപ്പിനെ പ്രമാണിച്ച് അടുത്ത വർഷം ഇനിയില്ല 28 അതിന് പ്രമാണിച്ച് ഓടി ഏഷ്യ കപ്പല്ലേ പറഞ്ഞു. ആ ഏഷ്യ കപ്പ് വേണം. അങ്ങനെയാണ് ഒന്നാമത് ICC ടൂർണമെന്റ് ഇപ്പൊ എല്ലാ വർഷവും ഉണ്ട്. ഒളിമ്പിക്സ് വരുന്നു, ഏഷ്യൻ ഗെയിംസ് വരുന്നു, അതിൻ്റെ ഏഷ്യ കപ്പ് ഉണ്ട്, വേറെ ഏതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറെ മെയിൻ ലീഗുകളുണ്ട്. ഞാൻ കളിക്കട്ടെ. ഇത്രയും ലീഗ് ഉള്ളപ്പം എല്ലാവർക്കും അവസരം കിട്ടണം. കുറച്ചുപേർക്ക് മാത്രം കുത്തക പോലെ. അതാണ് നമ്മൾ വിഷയം. എല്ലാത്തിലും ക്യാപ്റ്റൻസ് ചിലരുണ്ട്. ക്യാപ്റ്റന്റെ കുത്തകയാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന രീതിക്കാണ് ടീം സെലക്ഷൻ വരുന്നത്. അതൊക്കെ പോട്ടെ. അപ്പൊ ഇനി അടുത്ത കളി ഇംഗ്ലണ്ട് ടൂർ. അപ്പൊ ഇംഗ്ലണ്ടിലെ ഈ ടീം എങ്ങനെ പെർഫോം ചെയ്യുന്നത്? അല്ല, അതിൽ രോഹിത്തിന്റെ ഒരു സ്റ്റാർ കാണുന്നുണ്ട്. ഫിറ്റ്നസിന് വരുന്ന എന്തവിടെ നടക്കുന്നത്? അതിലെങ്കിൽ കുത്തകയാണ് നടക്കുന്നത് ജിറ്റിയുടെ. അതിനെ പറ്റി എന്താണ് പറയുന്നത്? അതിന് ജിറ്റി മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് സുന്ദർ അക്സറിനേക്കാൾ എന്തിനു സുന്ദറിനെ ടീം എടുക്കുന്നത്? ബോഡി എക്സ്പീരിയൻസ്ഡ് ആണ് അക്സർ. ഫീൽഡറും ഭേദം ഞാൻ പറഞ്ഞത് അല്ലല്ല. ശ്രേയസ് അയ്യരുണ്ട് വൈസ് ക്യാപ്റ്റനായിട്ട്. രോഹിത് ശർമ്മയുണ്ട്. അല്ല, ഒന്നൊരു സ്കോർ പറയാൻ പറ്റും. കുറച്ച് വ്യത്യാസമുണ്ട്. അതെ, ക്യാപ്റ്റൻ ഗില്ല് തന്നെയാണ്. രോഹിത് ശർമ്മയുണ്ട് സബ്ജക്ട് ടു ഫിറ്റ്നസ്. വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഇഷാൻ കിഷൻ, ഹർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, സുന്ദർ, കുൽദീപ് യാദവ്, അർഷദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, പ്രിൻസ് യാദവ് ഗുർനൂർ ബ്രാർ. എനിക്ക് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നതാണ് ഗുർനൂർ ബ്രാർ. ഹർഷ് ദൂബെ. ഗുർനൂർ ബ്രാർ IPL കളിച്ചില്ല. അതുകൊണ്ട് ഇന്ത്യൻ ടീമിന് നേരിട്ട് അവസരം കൊടുക്കുന്നു. റാണയ്ക്ക് എന്തുകൊണ്ട് അതിനകത്ത്? എനിക്കത് ഇപ്പോഴും ചോദ്യമാണ്. മിസ്റ്റർ ഗംഭീർ എനിക്ക് ഇപ്പോഴും ഉത്തരം വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പോയല്ലേ. അതുകൊണ്ട് ഞാൻ പറയും അങ്ങനത്തെ ഒരു അവസ്ഥയായി. റാണ എന്തുകൊണ്ട് വന്നില്ല? ഭേദമായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കുറച്ചൊരു അവസരം കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. പ്രിൻസ് യാദവ് വളരെ മികച്ചൊരു പക്ഷെ ഇന്ത്യ എ ഗെയിം ഒന്നും കളിച്ചിട്ടില്ല. ഫസ്റ്റ് ക്ലാസ് കുറച്ച് കളിച്ചിട്ടുണ്ട്. അത് തരക്കെടുത്ത് കളിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ചോദ്യം തന്നെയാണ് ഗുർനൂർ ബ്രാറിന്റെ ഇൻക്ലൂഷൻ. വലിയൊരു അവസരം കൊടുക്കാം എന്ന് വിചാരിച്ചാണ്. പിന്നെ അഫ്ഗാനിസ്ഥാൻ ആയതുകൊണ്ട് ജഡേജന് മാറ്റിയതിൽ എനിക്ക് വിയോജിപ്പില്ല. സമയമായിട്ടുണ്ട്. ടെസ്റ്റില് കൊണ്ടുവരാം. ടെസ്റ്റ് ഓടി ആയാലും മാറ്റി രണ്ടുപേരും വെക്കണേൽ അതെ അതെ നമുക്കിപ്പോ ഒരു സ്പിന്നർ ഇല്ലാത്തൊരു അവസ്ഥയിലായി പോയി. ഇന്ത്യയിൽ സ്പിന്നർ ഇല്ലാത്ത ഒരു അവസ്ഥ. ഫിംഗർ സ്പിന്നേഴ്സ് അതില്ല. ആകെ പിന്നെ മറ്റേ സ്പിന്നേഴ്സ് ആകെ ഇത് മാത്രം, കുൽദീപ് യാദവ് മാത്രം.
പുതിയ പുതിയ പയ്യന്മാരും വരില്ല. വരുൺ ചക്രവർത്തി വേണ്ടായിരുന്നു. അല്ല T20 ഫോമിലല്ല, ഫോം ഭയങ്കര ഫോം പെട്ടെന്ന് എല്ലാ ബോളറിന്റെ ഫോമിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു IPL ഇത് പറയാൻ പറ്റില്ല, അടി കിട്ടി അടി കിട്ടി അങ്ങനെ വരുന്നതായിരിക്കാം. ഇല്ല, പക്ഷെ ആളുടെ ടെമ്പറമെന്റ് ശരിയല്ല, അതിന് പ്രഷർ സിറ്റുവേഷന് ശരിയാവില്ല. ശാസ്ത്രീയ നിരീക്ഷകൻ തന്നെ താഴെ എഴുതിയിരിക്കും കേട്ടോ. കൃഷ്ണ സ്പോർട്സ് നിരീക്ഷകൻ, പണ്ഡിതൻ അർത്ഥം പറഞ്ഞിരുന്നു കേട്ടില്ലേ? എന്തിന് സീരീസ് തീർന്നിട്ടൊന്നും കൂടെ പറഞ്ഞേ. ഈ ലെവലിൽ അനാലിസിസ് പിന്നെ നമുക്കിത് പറഞ്ഞിട്ട് ഓർത്ത് നമുക്കൊരു നമ്മുടെ സലീം കുമാർ നമ്മളെ പറ്റി പോയിട്ടുണ്ട്. ഡയലോഗ് പറഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത്. ഒന്നും പറയാനില്ല. എന്ത് പറയാനാ, പെട്ടെന്നൊരു ആദരാഞ്ജലി ആണ്. പെട്ടെന്നായിരുന്നു ഇന്നലെ വൈകിട്ടായിരുന്നു ഹോസ്പിറ്റലൈസ്ഡ് എല്ലാവരും. ഞാൻ വൈകി അറിഞ്ഞത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഞാൻ കുറച്ച് ന്യൂസിന്റെ റിപ്പോർട്ട്സ് കുറച്ച് വായിച്ചു, അപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇടയ്ക്ക് ഒരു സമയത്ത് ഇതേപോലെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലായിരുന്നു, റിക്കവർ ആയി. പക്ഷെ ഇത് ഭയങ്കര സീരിയസ് ആയിരുന്നു. നേരിട്ട് വെന്റിലേറ്റർ കൊണ്ടുപോയത്. എനിക്ക് അപ്പോഴേ മനസ്സിലായി പാടായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇത്ര വേഗം ഞാൻ പ്രതീക്ഷിച്ചു, നാടൻ കൂടി ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ അടുത്ത വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ കോമഡി എന്ന് പറയുന്നത് പഴയ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ ജനാർദ്ദൻ മാത്രം അല്ലേ? ഇപ്പൊ ജനാർദ്ദൻ, ജഗദീഷ്, പിന്നെ ഇന്ദ്രൻസ്, ജഗദീഷ് ശ്രീകുമാർ, പുള്ളിക്കാരൻ വെക്കാറാവട്ടെ. ഇനി വേറെ ഇല്ല നമുക്ക് ഇത് പറയാൻ. ആൾക്കാരൊക്കെ എല്ലാവരും പോയി. എന്തൊക്കെയാണ് ടൈം പാസ്. കാസ്റ്റ് നമ്മൾ പാലിക്കുമ്പോഴാണ് ദിലീപ് മാത്രമേ IPS ആശിഷ് വിദ്യാർത്ഥി ഇതായിരിക്കും വേറെ സിനിമ നമ്മുടെ എന്ത് ചെയ്യുന്ന വന്നില്ല. ആ പാട്ടിലാരും ഇല്ല, ദിലീപ് അല്ലാതെ. ദിലീപ് എല്ലാപ്പോഴൊക്കെ വരും. പക്ഷെ ഇടയ്ക്ക് മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ എന്റെ കൂടെ അന്ന് 90s സിനിമയിൽ അഭിനയിച്ച ആരും ഇത് കൂടെ കിരീടം സിനിമ കാണാറില്ല, പഴയ സിനിമകൾ കൂടെയുള്ള ആരും ഇപ്പൊ ഇല്ല. പിന്നെ ഇതൊക്കെയാണ് ഗില്ലിയും GT ഭയങ്കരമായിട്ട് ഇടം കയറുന്നത്, ഒരു ആപത്തിലോട്ടായിരിക്കും പോകുന്നത്. കാരണം മുമ്പ് ഇതുപോലെ ഇത് നടന്നിട്ടില്ല, മുമ്പ് ഇതുപോലെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ബാംഗ്ലൂർ അന്ന് നമുക്ക് വിമർശിച്ച ഒരാളുണ്ടായിരുന്നു. അന്ന് വിമർശിച്ച ഒരാളുണ്ട്, സിറാജ്. അന്നവിടെ ചെണ്ടയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ ഫുൾ അങ്ങ് മാറി. പിന്നെ BGT വന്നു, പിന്നെ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ. കാരണം അത് നമുക്ക് നമ്മളെ കണ്ട് ഇതാവുന്നതാണ്. റാണയ്ക്ക് ടീം എടുത്തപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നമില്ല, കാരണം അധികം കണ്ടിട്ടില്ലായിരുന്നു റാണയെ. അടുത്ത് ഗുർണൂർക്കാള് കളിക്കട്ടെ, ഇന്ത്യ ജയിക്കട്ടെ, അതേ പറയാവൂ. ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ്. പിന്നെ ഇന്ന് കൃഷ്ണ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്നലെ ജൂൺ 6 ബർത്ത്ഡേ. അതൊക്കെ നമുക്ക് അതിന്റെ കുറച്ച് ബിസി ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വിളിച്ച് ഇവന്റെ ട്രീറ്റ് ആണ് ഇന്ന് മൊത്തം നടക്കുന്നത്. അപ്പൊ വന്ന സ്ഥിതിക്ക് നമ്മൾക്ക് ഒരു സ്പോൺസറിനൊക്കെ നമുക്ക് ഒപ്പിച്ച് കൃഷ്ണയ്ക്ക് നമ്മൾ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇനി കാണിച്ച ഗിഫ്റ്റ് വേണ്ടേ? ഇങ്ങനെയാണ് നീ കണ്ണടക്കുന്നത്. ക്യാമറയുടെ മുമ്പിൽ മുന്നോട്ട് ചെയ്യും. നമ്മള് നോൺ വയലൻസ് ആണ്. ഇന്ന് നമ്മൾ ഗിഫ്റ്റ് തരുന്നത് പ്രസാദം. ഇന്ന് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നോക്കിയ മൊബൈൽസിന്റെ ഒരു കുഞ്ഞു സമ്മാനമാണ്. അതെ, ഒരു വിന്റേജ് എഡിഷൻ ആണ് നമ്മൾ കൃഷ്ണയ്ക്ക് കൊടുക്കുന്നത്. അതെ, ഈ സാധനം ക്യാമറയിൽ ഇതാണ് നമ്മൾ കൃഷ്ണയ്ക്ക് വേണ്ടി മേടിച്ചത്. ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണ. ഫുൾ വർക്കിംഗ് ആണ്, വർക്കിംഗ് കണ്ടീഷൻ ആണ്. ക്വാർട്ടി കീബോർഡുള്ള വളരെ റയറസ്റ്റ് മോഡലാണ്. അതെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച സ്പോൺസർ വരട്ടെ. അതെ, ഇതുപോലെ ഗിഫ്റ്റ് നമുക്ക് സ്പോൺസർ വരട്ടെ, നമ്മുടെ പൈസ വരട്ടെ. അല്ല, ഇന്നത്തെ വിഷയം, ഇന്നത്തെ ചർച്ചയിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടു എന്ന് വിശേഷിക്കുന്നു.
അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പോൾ ലൈക്ക് ചെയ്തില്ല, കമൻറ്റ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾക്ക് കരയേണ്ട ഒരു അവസ്ഥയെ വരികയുണ്ട്. അപ്പോൾ അതിലോട്ട് വരുത്തരുത് എന്നൊരു അപേക്ഷയും കൂടിയുണ്ട്. ഇതൊന്നും ചെയ്തില്ലേ വീഡിയോ അവസാനം വരെ കാണുക. ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ കമന്റിൽ എന്താ തെറി വിളിച്ചോളൂ. ഡിലീറ്റ് ചെയ്യരുത്, ഡിലീറ്റ് ചെയ്യരുത്. നിങ്ങൾ കൂടുതൽ കമന്റ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ഒരു ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പൊ എന്താ ഇത്രേ ഉള്ളൂ. അപ്പൊ കാറ്റും കൂടി എന്റെ കൂടെ എന്താ സമ്മതിക്കണം. നമ്മൾ ഇറങ്ങി പോകാൻ പാടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതെ കേക്ക് നമുക്ക് ഇത്രയുള്ള മണത്തുള്ള ഒരു കൃഷ്ണയ്ക്ക് വീണ്ടും വന്നുണ്ട്. കൃഷ്ണ വന്നതിന് ഓക്കെ വീണ്ടും വരണം അതുപോലെ അവരതും പറഞ്ഞു. തീർച്ചയായും. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അവരെ നമസ്കാരം. നമസ്കാരം.